ഈ ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെയധികം ജീവിതത്തെ സ്വാധീനിക്കുന്ന കാര്യമാണ്. പലപ്പോഴും ഒരു കല്ല് പോലെ, ഒരു ഉരുക്ക് കട്ട പോലെ നമ്മുടെ ജീവിതത്തിൽ ഈ ബിലീഫ് സിസ്റ്റം നിലനിൽക്കും. അത് നമുക്ക് മാറ്റാൻ സാധിക്കില്ല. അത് മാറണമെങ്കിൽ ഈ പറയുന്ന റീപ്രോഗ്രാമിംഗ്, അത് മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നതോ അല്ലെങ്കിൽ ബ്രെയിനിനെ റീപ്രോഗ്രാം ചെയ്യുന്നതോ ആയിട്ടുള്ള റീപ്രോഗ്രാമിംഗ് പ്രോസസ്സിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് അതിനെ മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കുള്ളൂ. ചില വിശ്വാസങ്ങൾ, ചില ചിന്തകൾ, അത് നമ്മുടെ എക്സ്പീരിയൻസിനെ പഠിപ്പിച്ചതാകാം, നമ്മുടെ പേരൻസിനെ പഠിപ്പിച്ചതാകാം, സമൂഹം നമ്മെ പഠിപ്പിച്ചതാകാം. ആ വിശ്വാസ സംഹിതകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കില്ല. അതിനെയാണ് പറയുന്നത് ബ്രെയിൻ റീവയറിങ്, അതല്ലെങ്കിൽ പറയും മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്നെല്ലാം പറയും. ഇപ്പം തെറ്റായ എന്തെങ്കിലും അല്ലെങ്കിൽ നെഗറ്റീവായ എക്സ്പീരിയൻസിലൂടെയോ പഠനങ്ങളിലൂടെയോ പഠിപ്പിക്കലിലൂടെയോ നമ്മുടെ ജീവിതം ബിൽഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതിനെ മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. റീപ്രോഗ്രാം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പല മൂല്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകാനായിട്ടുള്ള ചില കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ സ്കൂൾ വിട്ട് വരുന്ന വഴിയിൽ ഒരു വീട്ടിൽ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, നല്ല തേങ്ങകളാണ്, കുറച്ച് തേങ്ങ എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഉപകാരപ്പെടുമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ആ തേങ്ങ കുറച്ച് അവിടെ നിന്ന് വാരിക്കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഓടി. ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ സന്തോഷത്തോടു കൂടി വീട്ടിൽ കൊടുത്തു, ഓക്കെ, ഇതാണ് തേങ്ങ എടുത്തോളൂ, നിങ്ങൾക്ക് വീട്ടിൽ അതെല്ലാം ഭക്ഷണം തയ്യാറാക്കാൻ ഉപയോഗിക്കാമല്ലോ. പക്ഷേ എനിക്ക് കിട്ടിയ പ്രതികരണം, നീ തേങ്ങ മോഷ്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ ആ തേങ്ങ ഏത് വീട്ടിൽ നിന്നാണ് എടുത്തത് ആ വീട് വരെയും എന്നെ അടിക്കുകയും ആ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചത് മാനസികമായിട്ടുള്ള കൊടിയൊരു വേദന അനുഭവമായിരുന്നു. പക്ഷേ അത് നല്ലതായോ തിന്മയായോ ഭവിച്ചുവെങ്കിലും പിന്നീട് ജീവിതത്തിൽ സത്യസന്ധത എന്ന് പറയുന്ന ഒരു കാര്യം നിലനിർത്താനായിട്ട് എന്നെ സഹായിച്ചൊരു കാര്യമാണ്. ഈ 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പബ്ലിക് എക്സാം വരുന്ന സമയത്ത് ചില അധ്യാപകരും ചില പ്യൂണെല്ലാം കുട്ടികളെ കൂടുതൽ മാർക്ക് കിട്ടാൻ സഹായിക്കുമായിരുന്നു. അങ്ങനെ 10ാം ക്ലാസ്സിൽ ഈ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 10 ക്വസ്റ്റ്യൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരാൾ വരും, ആ ആൾ പല കളറിലുള്ള പെൻസിൽ പോക്കറ്റിലിടും. അപ്പോൾ എ ആണെങ്കിൽ റെഡ്, ബി ആണെങ്കിൽ ഗ്രീൻ, അങ്ങനെ പല കളർ കോഡ് വെച്ചുകൊണ്ട് വരും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്കും 10 മാർക്കും നേടാം. അതും ഇംഗ്ലീഷിനാണ്. അപ്പോൾ ഈ ഒരാൾ ഇങ്ങനെ കാർഡ് വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ, ഈ കളർ പെൻസിൽ വെച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത് നോക്കാതെ കണ്ണടച്ചിരുന്നു. ശരിക്കും എനിക്കത് നോക്കിയായിരുന്നെങ്കിൽ മുഴുവൻ മാർക്കും നേടാമായിരുന്നു. ഇതുപോലെ തന്നെയാണ് +2 പഠിക്കുമ്പോഴും ചില സ്പെസിമെൻസ് എല്ലാം കാണിക്കും. ഞാൻ പഠിച്ചത് ബയോളജി സബ്ജക്റ്റാണ്. ഈ സ്പെസിമെൻ കാണിക്കുമ്പോൾ ആ സ്പെസിമെൻ്റെ പേര് ആദ്യമായിട്ടായിരിക്കും സ്പെസിമെന് ഇൻസ്പെക്ടർ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ കാണിക്കുന്നത്. ഇത് ഏതാണ് ഈ സ്പെസിമെൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഒരു ടീച്ചർ എല്ലാ സ്പെസിമെനും കാണിച്ചുകൊണ്ട് മുന്നിലൂടെ പോവുകയാണ്. എല്ലാ കുട്ടികളെയും അതിൻ്റെ പേര് കാണിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞാൻ മാത്രം അതിലേക്ക് നോക്കിയില്ല. കാരണം എനിക്ക് അർഹിക്കപ്പെടാത്ത ഒരു മാർക്ക് എനിക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൻ്റെ ഔചിത്യത്തെക്കുറിച്ചൊന്നും ബോധ്യമില്ല. പക്ഷേ അന്ന് കിട്ടിയ തിക്ത അനുഭവങ്ങൾ അത് മാനസികമായി ആഘാതം ഏൽപ്പിച്ചുവെങ്കിലും ഒരു വാല്യൂ സിസ്റ്റമായി ജീവിതത്തിൽ വളർന്നതായിരിക്കാം. ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ വിരോചിതമായൊരു കാര്യം ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, വരൂ, ഞാനൊരു സംഭവം ചെയ്തിട്ടുണ്ട്, അത് നോക്കാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഞാൻ വീടിൻ്റെ പിന്നിലെ ഭിത്തിയിൽ മൊത്തം കുറേ വാക്കുകൾ എഴുതിയിരിക്കുകയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്കൂളിലെ ടോയ്ലറ്റുകളിലൊക്കെ പോകുമ്പോൾ അവിടെ കുറേ മോശമായ വാക്കുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. ഞാൻ ഇതിനെ എല്ലാം എടുത്തുകൊണ്ട് ഈ ഭിത്തിയിൽ എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ഞാൻ എന്തോ വീര്യപ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. കാരണം എൻ്റെ ചേട്ടന്മാരെല്ലാമാണ് അത് ചെയ്തിരിക്കുന്നത് സ്കൂളിലെ ഭിത്തികളിൽ. അപ്പോൾ ഇത് ഞാൻ എഴുതിയ ശേഷം ഞാൻ ഗ്രാൻഡ് ഫാദറിനെ കാണിക്കുകയാണ്, വന്ന് നോക്കൂ. ഇത് കണ്ട വഴി ഗ്രാൻഡ് ഫാദർ ഒരു ചൂലെടുക്കുകയും പിന്നീട് എൻ്റെ കയ്യിൽ തന്ന ശേഷം പറഞ്ഞു, ഇത് മൊത്തം വെള്ളമൊഴിച്ച് മായ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ വെള്ളമൊഴിച്ച് മാക്കുകയാണ്. പുറകിൽ നിന്ന് തുരുതുര അടി കിട്ടുന്നുണ്ട്. അത് മൊത്തം മാച്ച് കഴിയുന്നത് വരെ എന്നെ അടിക്കുകയും ഞാനത് മാക്കുകയും ചെയ്തു. അപ്പോൾ അന്നൊരു ഇൻറ്റേർണലി ഒരു ലേണിംഗ് വന്നിട്ടുണ്ട്. തെറ്റായ വാക്കുകൾ പ്രയോഗിക്കാൻ പാടില്ലായിരുന്നു, തെറ്റായ വാക്കുകൾ പറയാനോ എഴുതാനോ പാടില്ലായിരുന്നു എന്ന്. ജീവിതത്തിലുടനീളം ആ ഒരു കാര്യം അറിയാതെ പോലും വായിൽ നിന്ന് തെറ്റായൊരു വാക്ക് വരാതിരിക്കാൻ ഉള്ള ഒരു കാര്യം പഠിപ്പിച്ച ഒരു ലെസണായിരുന്നു അത്. പക്ഷേ അതെല്ലാം ആന്തരികമായ ചില മുറിവുകൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ പ്രായത്തിൽ തെറ്റാണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവില്ല. തേങ്ങ എടുത്തുകൊണ്ട് വന്നത് വീട്ടിൽ തേങ്ങ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചാണ്. അല്ലെങ്കിൽ തെറ്റായ വാക്കുകൾ എഴുതിയത് എൻ്റെ കൂട്ടുകാരെല്ലാം എഴുതിയത് വലിയ കാര്യമെന്ന് വിചാരിച്ചാണ് എഴുതിയത്. പക്ഷെ അതുണ്ടാക്കിയൊരു മുറിവ് ജീവിതത്തിലുണ്ട്. ഇതിനെല്ലാം നമുക്ക് മാറ്റുവാൻ സാധിക്കും.
ഞാനീ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു എക്സാമ്പിൾസ് എൻ്റെ ജീവിതത്തിലാണ്. പക്ഷേ പലർക്കും പല മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരെയും പീഡനങ്ങൾ നേരിട്ട ആളുകൾ, അല്ലെങ്കിൽ ശക്തമായ മാനസികവും ശാരീരികമായ പീഡനങ്ങളേറ്റ ആളുകൾ, വളരെ പീഡനങ്ങളേറ്റ ആളുകൾ, അവഹേളനങ്ങളേറ്റ ആളുകൾ, ഇങ്ങനെ പല രീതിയിൽ ബാല്യകാലഘട്ടങ്ങളിൽ പെയിൻ അനുഭവിച്ച, വേദന അനുഭവിച്ച, ദുഃഖം അനുഭവിച്ച ആളുകളുണ്ടാവും. എല്ലാവർക്കും മാറുവാൻ സാധിക്കും. ഈ സ്ക്രിപ്റ്റിനെ മാറ്റിയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതിനെയാണ് ഈ സ്ക്രിപ്റ്റ് മാറ്റുക, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള മാനസിക ആഘാതങ്ങൾ, ശാരീരിക ആഘാതങ്ങൾ, ബിലീഫ് സിസ്റ്റം, ഇവയെല്ലാം മാറ്റുമ്പോഴാണ് നമുക്ക് വേറൊരു നിലയിലേക്ക് ഉയരാൻ സാധിക്കുന്നത്. ഇപ്പോൾ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഹോപ്പോപ്പോ ടെക്നിക്ക് എന്ന് പറയുന്നത്. അതൊരു മെഡിറ്റേഷൻ ടെക്നിക്കാണ്. ജോസഫ് വിത്താലി എന്ന് പറയുന്ന വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് അത് രചിച്ചിട്ടുള്ളത്. അദ്ദേഹം ദ സീക്രട്ട് എന്ന് പറയുന്ന ഡോക്യുമെൻ്ററിയെല്ലാം വളരെയധികം പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം ഈ ടെക്നിക്കിനെ കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വേദനകളെ, ദുഃഖങ്ങളെ, പ്രയാസങ്ങളെ മാറ്റിയെടുക്കുവാൻ സാധിക്കുക. അപ്പോൾ അതിനൊരു 4 സ്റ്റെപ്പായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഈ ഒരു സ്റ്റെപ്പിലൂടെ കടന്നുപോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറൊരു ലെവലിലേക്ക് റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് വരുവാൻ സാധിക്കും. ഒന്ന് വിചാരിക്കുക, ഒരു മെഷീൻ കേടായി. ഈ കേടായ മെഷീനെ നിങ്ങൾ എത്രമാത്രം ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും, നന്നാക്കാതെ ഓപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അതൊരിക്കലും നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കില്ല. അതുതന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഒരു പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ നല്ല സ്ക്രിപ്റ്റ് ജനിക്കുമ്പോൾ നല്ലതായിട്ടാണ് ജനിക്കുന്നത്, ഫുൾ സ്ക്രിപ്റ്റായിട്ടാണ് ജനിക്കുന്നത്. എല്ലാം സക്സസ്ഫുൾ ആകാൻ, ഡെവലപ്പ് ആകാൻ, ഗ്രോ ചെയ്യാനാണ് ജനിക്കുന്നത്. പക്ഷേ ആ സ്ക്രിപ്റ്റിന് ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാതെ എത്ര മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചാലും, എത്ര ആക്സിലറേറ്ററിൽ പെഡലിൽ അമർത്തിയാലും, എത്ര ഓയിൽ ഒഴിച്ചാലും ആ ജീവിതം മുന്നോട്ട് പോകുകയില്ല. അങ്ങനെയാണ് ഈ ഹോപ്പോപ്പോ ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് അദ്ദേഹം വളരെ പ്രചാരം നൽകിയത്.